ക്രിസ്തുയേശുവിന്റെ വിലയേറിയ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനങ്ങളെ ആദ്യമായിട്ട് അറിയിച്ചു കൊള്ളുന്നു. ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ കൂടെ ദൈവവചനം അറിയിക്കുവാനായിട്ട് സ്വർഗീയ പിതാവ് എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്നതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നന്ദിയുള്ള ഹൃദയത്തോടുകൂടി നിങ്ങളുടെ മുമ്പിലും ഞാൻ ആയിരിക്കുന്നു. ഈ ദിവസങ്ങളിൽ ഞാൻ ഇങ്ങനെ ആലോചിച്ചു, ദൈവവചനം പ്രാർത്ഥനയ്ക്കായിട്ട് കൂടി വരുമ്പോൾ എന്താണ് ഞാൻ അറിയിക്കേണ്ടതെന്ന് ഞാൻ വളരെയധികം പ്രാർത്ഥനയോടുകൂടി ആയിരുന്നു. ദൈവം എനിക്ക് തന്ന ആലോചന അല്പസമയം 20 മിനിറ്റ് സമയം എനിക്ക് തന്നിട്ടുണ്ട്. അത് ഷെയർ ചെയ്യുവാനായിട്ട് സ്വർഗത്തിലെ ദൈവത്തിന്റെ കൃപയുടെ കരങ്ങളിൽ ഞാൻ ആശ്രയിക്കുന്നു. ദൈവം എന്നെ സഹായിക്കട്ടെ. പ്രാർത്ഥനയോടുകൂടി നിങ്ങളേവരും എന്നെ ഈ മെസ്സേജ് കേൾക്കുവാനായിട്ടായിരിക്കണമെന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. നമ്മൾ ഈ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ നമുക്ക് ചിന്തിക്കുവാനായിട്ട് പ്രാർത്ഥന എന്നൊരു വിഷയം അതിപ്രധാനമായ ഒരു കാര്യമാണ്. പ്രാർത്ഥനയ്ക്ക് എന്തിനാണ് നാം ഇത്രയും പ്രാധാന്യം കൊടുക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ, ഏതൊരു കാലത്തും നമ്മൾ ആദിമസഭയുടെ കാലങ്ങളിലും ഇപ്പോഴാണെങ്കിലും പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ, നമ്മുടെ സഭയുടെ എല്ലാ ആത്യന്തികമായിട്ടുള്ള എല്ലാ നടപടിക്രമങ്ങളിലും പ്രാർത്ഥനയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് പ്രാർത്ഥന എന്ന വിഷയത്തെ കുറിച്ച് അല്പനേരം ചിന്തിക്കാൻ സമയം വളരെ ചുരുക്കത്തിലായതുകൊണ്ട് കൂടുതലായിട്ട് നമുക്ക് മുഖവര പറയുവാനായിട്ട് സാധിക്കത്തില്ലല്ലോ. ഞാൻ പ്രാർത്ഥനയ്ക്ക് സഹായകമായ 1-2 വാക്യങ്ങൾ ഞാൻ ഈ കാര്യത്തോട് ബന്ധപ്പെട്ട് വാക്യം വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. ദാനിയേൽ പ്രവചനത്തിന്റെ 9-ാം അധ്യായം കൽദയ രാജ്യത്തിന് രാജാവായി തീർന്നവനും മേദ്യ സന്തതിയിലുള്ള അഹശ്വേരോശിന്റെ മകനുമായ ദാരിവേശിന്റെ 1-ാം ആണ്ടിൽ തന്നെ ദാനിയേൽ എന്ന ഞാൻ യെരൂശലേമിന്റെ ശൂന്യാവസ്ഥ 70 സംവത്സരം കൊണ്ട് തീരും എന്നിങ്ങനെ യഹോവയുടെ അരുളപ്പാട് യിരെമ്യാ പ്രവാചകൻ ഉണ്ടായ പ്രകാരം ഒരു കാലസംഖ്യ പുസ്തകങ്ങളിൽ നിന്ന് ഗ്രഹിച്ചു. അപ്പോൾ ഞാൻ ഉപവസിച്ചും രട്ടുടുത്തും വെണ്ണീരിൽ ഇരുന്നും കൊണ്ട് പ്രാർത്ഥനയോടും യാചനകളോടും കൂടെ അപേക്ഷിക്കേണ്ടതിന് ദൈവമായ കർത്താവിലേക്ക് മുഖം തിരിച്ചു. എന്റെ ദൈവമായ യഹോവയോട് ഞാൻ പ്രാർത്ഥിച്ചു ഏറ്റുപറഞ്ഞത് എന്തെന്നാൽ, ശേഷിക്കുന്ന ഭാഗം നമുക്ക് അടുത്തതായിട്ട് വായിക്കാനായിട്ട് സാധിക്കും. ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും, ദാനിയേലിന്റെ ഒരു പ്രാർത്ഥനയുടെ ഭാഗമാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ദാരിവേശിന്റെ വാഴ്ചയുടെ 1-ാം ആണ്ടിൽ, അവന്റെ വാഴ്ചയുടെ 1-ാം ആണ്ടിൽ തന്നെ യെരൂശലേമിന്റെ ശൂന്യാവസ്ഥ 70 സംവത്സരം കൊണ്ട് തീരും എന്നിങ്ങനെ അദ്ദേഹം ഒരു പുസ്തകത്തിലൂടെ ദാനിയേൽ വായിച്ചറിയുവാനായിട്ടിടയായി. ദൈവവചനം അന്നും ലിഖിതങ്ങളായിട്ട് എഴുതി വെച്ചിരുന്നു എന്ന് നമുക്ക് ഇത് മുഖാന്തരം മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. യഹോവയുടെ അരുളപ്പാട് യിരെമ്യാവിന് ഉണ്ടായ പ്രകാരം ഒരു കാലസംഖ്യ പുസ്തകങ്ങളിൽ നിന്ന് ഗ്രഹിക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഇങ്ങനെ ഇടയായി തീർന്നപ്പോൾ ദാനിയേലിന് അത് വ്യക്തമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് സ്വർഗീയ ദൈവം വെളിപ്പാട് കൊടുത്തു. ഈ ശൂന്യാവസ്ഥയ്ക്ക് ഒരു അവസാനമുണ്ട് എന്ന് മനസ്സിലാക്കുവാനായിട്ട് ഇടയായി. അങ്ങനെ ആ കാര്യം മനസ്സിലാക്കിയ ദാനിയേല് ഉടനെ ചെയ്തത് എന്താണ്? അപ്പോൾ ഞാൻ ഉപവസിച്ചും രട്ടുടുത്തും വെണ്ണീരിൽ ഇരുന്നും കൊണ്ട് പ്രാർത്ഥനയോടും യാചനകളോടും കൂടെ അപേക്ഷിക്കേണ്ടതിന് ദൈവമായ കർത്താവിനോട് മുഖം തിരിച്ചു. എന്റെ ദൈവമായ യഹോവയോട് ഞാൻ പ്രാർത്ഥിച്ച് ഏറ്റുപറഞ്ഞതെന്തെന്ന്. പ്രിയ സഹോദരങ്ങളെ, ഈ വാക്യം വായിക്കുമ്പോൾ നമുക്കൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. കാലങ്ങളും അതിൻ്റെ ആ സാഹചര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ദൈവജനം ആദിമകാലങ്ങളിൽ തന്നെ പ്രാർത്ഥിച്ചിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നാമും ഇത് നാം തിരിച്ചറിയാറുണ്ടോ? ഇന്ന് നമുക്ക് ദൈവം ധാരാളം സുഖസൗകര്യങ്ങൾ തന്നിട്ടുണ്ട്, എല്ലാ സാഹചര്യങ്ങളും നമുക്ക് തന്നിട്ടുണ്ട്, നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണ്. എന്നിരുന്നാലും ഇതുപോലെ രട്ടുടുത്ത് അല്ലെങ്കിൽ ഉപവസിച്ചുകൊണ്ട് പ്രാർത്ഥനയോടും യാചനകളോടും കൂടെ ദൈവസന്നിധിയിൽ ഇരിക്കുവാനായിട്ട് നമുക്ക് കഴിയുന്നുണ്ടോ? അല്പനേരം നാം നമ്മെ തന്നെ ഒന്ന് വിചിന്തനം ചെയ്യാം.
ഇത് ഞാൻ ഉൾപ്പെടെ എല്ലാവരെയും ഓർത്തുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. കാലങ്ങളും സമയങ്ങളും നാം തിരിച്ചറിയണം. ഇന്ന് നമുക്കറിയാം ഇന്ത്യയിൽ തന്നെ എന്തെല്ലാം പ്രതികൂലങ്ങളാണ് നടക്കുന്നതെന്ന് പത്രത്തിലൂടെയും മാസികകളിലൂടെയും മറ്റ് മീഡിയാസിലൂടെയൊക്കെ നാം കണ്ടുകൊണ്ടും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നാല് പ്രാർത്ഥന എന്തുമാത്രം നാം പ്രയോജനപ്പെടുത്തുന്നു, ദൈവസന്നിധിയിൽ എങ്ങനെയാണ് നാം പ്രാർത്ഥിക്കാൻ ജാഗരിക്കുന്നത് എന്ന് ഒന്ന് നമുക്ക് തിരിഞ്ഞു നോക്കാം പ്രിയപ്പെട്ടവരെ. ഉപവാസം ഉണ്ടോ? നമ്മള് പ്രതികാരാണ്, നമ്മള് വിശ്വാസികളാണ്. പക്ഷേ ഉപവാസം വളരെ കുറഞ്ഞു പോയ ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. എങ്കിലും നമുക്കാവുന്നിടത്തോളം ഉപവസിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് നമ്മുടെ ജീവിതത്തിൽ നാം തയ്യാറാകാറുണ്ടോ? ഒന്ന് നമുക്ക് ആലോചിക്കാം. ആദിമ സഭകളില് ഈ ഉപവാസവും പ്രാർത്ഥനയും വളരെയധികം ഉണ്ടായിരുന്നതായിട്ട് നമുക്ക് കാണാം. എസ്തറിന്റെ പുസ്തകത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ സാധിക്കും, യഹൂദ ജനത്തിന് ഒരു നാശം വരുന്നു, യഹൂദ ജനത്തെ നശിപ്പിക്കുവാനായിട്ട് ഹാമാൻ പദ്ധതി ഒരുക്കുന്നു എന്ന് കണ്ടപ്പോൾ മൊർദെഖായി ചെന്ന് എസ്തറിനോട് പറയുന്ന കാര്യങ്ങള് ഞാൻ വാക്യം എടുക്കുന്നില്ല, എന്നിരുന്നാലും നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് കൊണ്ട് ഞാൻ അതിലേക്ക് സ്പർശിച്ച് കടന്നു പോകുന്നതേ ഉള്ളൂ. അവിടെ എസ്തറിനോട് കാര്യങ്ങൾ ബോധിപ്പിച്ചപ്പോൾ എസ്തർ ഒരു രാജ്ഞിയായിരുന്നിട്ട് പോലും എസ്തർ എന്താണ് ചെയ്യുന്നത്? അവള് രട്ടുടുത്ത്, അവളും വെണ്ണീരിൽ ഇരുന്നു കൊണ്ട്, മൊർദെഖായി രട്ടുടുത്ത് വെണ്ണീരിൽ ഇരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ആ ഭാഗം നമുക്ക് എസ്തറിന്റെ പുസ്തകം 5ഉം 6ഉം അധ്യായങ്ങളും നമുക്ക് വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവിടെ ഒരു ഉപവാസം പ്രഖ്യാപിക്കുകയാണ്. 3 ദിവസം ആരും തന്നെ ജലാഹാരമോ അല്ലെങ്കിൽ ഖരാഹാരമോ കഴിക്കാതെ തന്നെ എല്ലാവരും നിങ്ങൾ ഉപവസിക്കണം, ഞാനും എൻ്റെ തോഴികളും അതുപോലെ തന്നെ ചെയ്യുമെന്ന് എസ്തർ പറയുകയാണ്. എസ്തർ പറഞ്ഞു, മൊർദെഖായി അത് ചെന്ന് ജനത്തോട് അറിയിക്കുകയും ആ നിലയിൽ അവർ 3 ദിവസം ഉപവസിച്ച് രട്ടുടുത്ത് പിന്നീട് അവള് രാജസന്നിധിയിൽ കടന്നു പോകുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ആ യഹൂദ ജനത്തിന് എങ്ങനെ രക്ഷ വന്നു? ആദ്യമായിട്ട് അവര് ചെയ്തത് ബലത്താലും, ദൈവവചനത്തിൽ നമുക്ക് ഒരു വാക്യം നമുക്ക് സക്കറിയ പ്രവചനത്തിന്റെ പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും, ബലത്താലും പരാക്രമത്താലും അല്ല, നിന്റെ ആത്മാവിനാൽ എല്ലാം ആകുമെന്ന്. അപ്പൊ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ഈ കാര്യങ്ങൾ സാധിച്ചെടുക്കണമെങ്കിൽ ഒന്നാമതായിട്ട് ദൈവസന്നിധിയില് നിലവിളിക്കുന്ന ഒരു അനുഭവം, ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവം. പ്രിയ ദൈവജനമേ, നാം ഈ കാലയളവില് നാം വളരെയധികം ഈ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുകയും നമ്മുടെ സഭകളിലും നമ്മുടെ കുടുംബങ്ങളിലും ഒരു നേരമെങ്കിലും ഉപവസിച്ച് പ്രാർത്ഥിക്കുവാനും ജാഗരിക്കുവാനും നമ്മുടെ ദേശത്തെ ഓർത്ത് കരയുവാനും ഇടയാകണം. ഈ കഴിഞ്ഞ ഒരു മാസക്കാലം നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, ഇലക്ഷൻ നടക്കുകയാണ്. ഒരു വർഗീയ ശക്തികള് ഈ ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെയുള്ള പള്ളികളൊക്കെ തകരും, ഇവിടെയുള്ള അതുപോലെ തന്നെ ക്രിസ്ത്യാനികളെ അവർ ഉപദ്രവിക്കും, നാടുകടത്തും, അവർ പല കാര്യങ്ങളുമാണ് അവർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്നാൽ ഈ ദിവസങ്ങളിലൊക്കെ ദൈവജനം വളരെ ഉണർന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. നാമും അതിലൊരു ഭാഗഭാക്കുകൾ തന്നെയാണ്. എന്നാൽ എത്രത്തോളം നാം ഉപവസിച്ച് പ്രാർത്ഥനയോടുകൂടി ദൈവസന്നിധിയിൽ ജാഗരിക്കുന്നുവോ അതിനനുസരിച്ച് ദൈവം നമുക്ക് മറുപടി നൽകുവാനായിട്ട് ഇടയായിത്തീരും. ഇവിടെ ദാനിയേലിന്റെ ഭാഗത്ത് നമുക്ക് കാണുവാൻ സാധിക്കും, അപ്പോൾ ദാനിയേൽ കാലസമയം എന്നിവയെ തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുവാനായിട്ട് തുടങ്ങി. മനുഷ്യന്റെ ആ പ്രാർത്ഥനയുടെ ആ ഏറ്റുപറച്ചിലാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. മനുഷ്യൻ പാപിയാണ്, പാപത്തിൽ ജനിച്ച് പാപത്തിൽ മരിച്ച് നിത്യ നരകത്തിലേക്ക് പോകേണ്ട മനുഷ്യൻ ദൈവത്തിന്റെ കൃപയാൽ നാം എല്ലാവരും കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവജനം എന്ന നിലയിൽ നമുക്കും ഈ കർത്താവിന്റെ സന്നിധിയിൽ ചെല്ലുമ്പോൾ ഒരു ഏറ്റുപറച്ചിൽ നമുക്ക് ആവശ്യമാണ്. ആദ്യമായിട്ട് ദാനിയേലിന്റെ ഉപവാസ പ്രാർത്ഥനയില് ഒരു കാര്യം നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കും. ഇവിടെ 4 കാര്യങ്ങൾ എടുത്തു പറയുന്നുണ്ട്. ആ വാക്യം നമുക്ക് നോക്കാം. തന്നെ സ്നേഹിക്കുന്നവർക്കും തന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്കും നിയമവും ദയയും പരിപാലിക്കുന്നവനുമായ മഹാനും ഭയങ്കരനുമായ ദൈവമായ കർത്താവേ. ഇവിടെ ദൈവത്തിന്റെ ആട്രിബ്യൂട്ട്സ് ഓഫ് ഗോഡ് എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ആ പദവി, ദൈവത്തിന്റെ ആ
ആ വലിപ്പം അവിടെ ഏറ്റു പറയുന്നതായിട്ട് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കും. ഒന്നുകൂടെ നമുക്ക് ആ ഭാഗം വായിക്കാം. തന്നെ സ്നേഹിക്കുന്നവർക്കും തന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്കും നിയമവും ദയയും പാലിക്കുന്നവനുമായി മഹാനും ഭയങ്കരനുമായ ദൈവമായ കർത്താവേ. അതിനുശേഷം ആ 4-ാം വാക്യത്തിന് ശേഷം താഴെ അദ്ദേഹം എന്താണ്, പാപങ്ങളെ ഏറ്റുപറഞ്ഞ് തന്റെ ജനത്തിന്റെയും തന്റെ വ്യക്തിപരമായ നിലയിലുള്ള പാപങ്ങളെയൊക്കെ ഏറ്റു പറയുന്ന ഒരവസ്ഥ നമുക്ക് കാണുവാൻ സാധിക്കും. ഞങ്ങൾ പാപം ചെയ്തു, വികടമായി നടന്നു, ദുഷ്ടത പ്രവർത്തിച്ചു, ഞങ്ങൾ മത്സരിച്ചു, നിന്റെ കൽപ്പനകളും വിധികളും വിട്ടുമാറിയിരിക്കുന്നു. കർത്താവേ, നിന്റെ പക്കൽ നീതിയുണ്ട്, ഞങ്ങൾക്കോ ഇന്നുള്ളത് പോലെ ലജ്ജയത്രേ. ആ അവസ്ഥകളെ ഏറ്റു പറഞ്ഞുകൊണ്ടാണ് ദാനിയേല് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നതായിട്ട് കാണുന്നത്. നാമും പ്രാർത്ഥനയ്ക്ക് മുട്ടുമടക്കുമ്പോൾ ഒന്നാമതായിട്ട് നാം ചെയ്യേണ്ട കാര്യം എന്താണ്? ആ ദൈവത്തിന്റെ മഹത്വത്തെ ആ ദൈവത്തിന്റെ മഹത്വത്തെ കുറിച്ച് വർണ്ണിക്കുകയും അല്ലെങ്കിൽ ദൈവത്തിന്റെ മഹത്വത്തെ നമ്മൾ അംഗീകരിക്കുകയും അതിനെ നമ്മൾ എന്താ ചെയ്യുക, നമ്മുടെ ജീവിതത്തിൽ എടുത്ത് ദൈവത്തിന്റെ മഹത്വത്തെ കുറിച്ച് ഏറ്റു പറയുകയും വേണം. അങ്ങനെ പറഞ്ഞ ശേഷം നാം നമ്മെ തന്നെ താഴ്ത്തണം. പ്രാർത്ഥനയില് നമുക്കുണ്ടായിരിക്കേണ്ട ഒരു ആവശ്യമാണ് താഴ്ത്തുക. നമ്മെ തന്നെ ദൈവസന്നിധിയിൽ താഴ്ത്തിക്കൊണ്ട് നമ്മുടെ കുറവുകള്, നമ്മുടെ പാപങ്ങള്, നമ്മുടെ ലംഘനങ്ങള്, നമ്മുടെ അകൃത്യങ്ങള് എല്ലാം ദൈവസന്നിധിയിൽ ഏറ്റു പറഞ്ഞു ഉപേക്ഷിക്കണം. നമുക്ക് 32-ാം സങ്കീർത്തനത്തിൽ ഒരു വാക്യം നമുക്ക് വായിക്കുവാനായിട്ട് സാധിക്കും. ലംഘനം ക്ഷമിച്ചു പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. യഹോവ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതെ ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. പ്രിയ ദൈവജനമേ, നമ്മുടെ ജീവിതത്തിലെ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ നമുക്ക് എളിമത്വം വേണം. നമ്മൾ നമ്മെ തന്നെ ഒന്ന് താഴ്ത്തി ദൈവസന്നിധിയില് എളിയവരായിട്ട് നാം ദൈവസന്നിധിയില് കഴിയുമെങ്കിലും മുട്ടുമടക്കി ദൈവസന്നിധി പ്രാർത്ഥിക്കുവാനായിട്ട് ഇടയായി തീരണം. അങ്ങനെ നമുക്ക് മറ്റൊരു സ്ഥലത്തും കൂടി ദാവീദിന്റെ ഒരു പ്രാർത്ഥന കാണാനായിട്ട് സാധിക്കും. ദൈവമേ, നിന്റെ ദയയ്ക്ക് തക്കവണ്ണം 51-ാം സങ്കീർത്തനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ദൈവമേ, നിന്റെ ദയയ്ക്ക് തക്കവണ്ണം എന്നോട് കൃപ തോന്നണമേ, നമ്മളോട് കൃപയുണ്ടാകണമേ എന്നുള്ള ആ ദൈവസന്നിധിയിലുള്ള നമ്മുടെ താഴ്മയായ ഒരു അപേക്ഷ, ആ അപേക്ഷയോട് കൂടി ആയിരിക്കണം നമ്മുടെ പ്രാർത്ഥന. അപ്പൊ നമുക്ക് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും, ദാനിയേൽ ഈ കാലഘട്ടങ്ങളെ തിരിച്ചറിഞ്ഞു. 70 സംവത്സരം കൊണ്ട് അവരുടെ അടിമത്തം, ആ ശൂന്യാവസ്ഥയുടെ അടിമത്തം തീരും, ദൈവജനത്തിന് ഒരു വീണ്ടെടുപ്പ്, ഒരു വിടുതലുണ്ട് എന്ന് ദാനിയേൽ മനസ്സിലാക്കുവാനും അതിനനുസരിച്ച് ദൈവസന്നിധി മുട്ടുമടക്കുവാൻ ഇടയായി തീർന്നു. പ്രിയ ദൈവജനമേ, നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ഇപ്പോഴുള്ള ഈ അവസ്ഥകളെ മനസ്സിലാക്കി കർത്താവിന്റെ വരവ് അടുത്തു എന്ന് കാലങ്ങളും സമയങ്ങളും ഒക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് നമുക്ക് പ്രാർത്ഥനയുടെ കരങ്ങളിൽ നാം നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ ദേശത്തെ ഓർത്ത്, നമ്മുടെ സഭകളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ട്. മാത്രമല്ല നമ്മുടെ തലമുറകളെ ഓർത്ത് പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമുണ്ട്. ഇന്ന് തലമുറകള് ഈ ലോകത്തിന് അനുരൂപരായിട്ട് പലരും മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതല്ലേ ശരി, ഇതിനെന്താ തെറ്റ് എന്ന് ചോദിച്ച് തലമുറകൾ നമ്മളെ ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യം വരെ എത്തിയിരിക്കുകയാണ്. എന്നാൽ കർത്താവ് ക്രൂശിൽ തന്റെ ക്രൂശ് ചുമന്നുകൊണ്ട് പോകുമ്പോൾ തന്നെ അനുഗമിച്ച സ്ത്രീകളോട് പറഞ്ഞത് എന്താണ്? നിങ്ങളെ എന്നെ ചൊല്ലി കരയണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരയുവേ. അപ്പൊ നമ്മുടെ പ്രാർത്ഥനയില് നമ്മുടെ തലമുറകളെ ഓർത്ത്, നമ്മുടെ സഭയിലുള്ള ദൈവ കുഞ്ഞുങ്ങളെ ഓർത്ത് ഒക്കെ പ്രാർത്ഥിക്കുവാനായിട്ട് നാം വളരെയധികം ജാഗരിക്കേണ്ടത് ആവശ്യമാണ്. ദൈവം അതിനായിട്ട് നമ്മെ സഹായിക്കട്ടെ. ഇനിയും 1-2 കാര്യങ്ങളും കൂടി ഞാൻ ഓർമ്മിക്കട്ടെ. 54-ാം സങ്കീർത്തനത്തിൽ 2 വാക്യം 2 ഇങ്ങനെ പറയുന്നു, ദൈവമേ, എന്റെ പ്രാർത്ഥന കേൾക്കണമേ, എന്റെ വായിലെ വാക്കുകളെ ശ്രദ്ധിക്കണമേ. നമ്മള് പ്രാർത്ഥിക്കുവാനായിട്ട് ഇരിക്കുമ്പോൾ നമ്മുടെ വായിലെ വാക്കുകളെ എങ്ങനെയുള്ളതായിരിക്കണം? നമ്മള് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടോ മറ്റുള്ളവരുടെ കുറവുകളെ നാം പറഞ്ഞുകൊണ്ടോ ആയിരിക്കരുത് നമ്മുടെ പ്രാർത്ഥന. മറ്റുള്ളവർക്ക് കുറവ് കാണും, ഒരുപക്ഷെ നമുക്ക് ശത്രുതയുള്ളവരുണ്ടാകും, നമുക്ക് വൈരികൾ ഉണ്ടാകും, അല്ലെങ്കിൽ നമ്മളെ തരം താഴ്ത്തുന്നവരുണ്ടാകും. പല വിഷമങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിലും ഒരിക്കലും ഒരു കയ്പോ വിദ്വേഷമോ
ആരോടും വെച്ചുകൊണ്ട് നാം പ്രാർത്ഥിക്കുവാനായിട്ട് പാടില്ല. നമ്മുടെ പ്രാർത്ഥനകൾ എപ്പോഴും നിഷ്കളങ്കമായിരിക്കണം, ദൈവസന്നിധിയിൽ പ്രസാദകരമായിരിക്കണം. അതാണ് സങ്കീർത്തനക്കാരൻ 52:2 പറയുന്നത്, ദൈവമേ എന്റെ പ്രാർത്ഥന കേൾക്കണമേ, എന്റെ വായിലെ വാക്കുകളെ ശ്രദ്ധിക്കണമേ. പ്രിയ ദൈവജനമേ, നമ്മുടെ വായിലെ വാക്കുകൾ ദൈവത്തിന് പ്രസാദകരമായ നിലയിലായിരിക്കാനായിട്ട് വരും ദിവസങ്ങളിൽ നമ്മുടെ പ്രാർത്ഥനകള് നമ്മുടെ ദൈവത്തിന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഉത്തരം തരുന്ന ആ രീതിയിൽ നമ്മുടെ പ്രാർത്ഥനകളെ ക്രമീകരിക്കുവാനും ദൈവം നമ്മെ സഹായിക്കട്ടെ. വീണ്ടും നമുക്ക് വായിക്കാം. സങ്കീർത്തനം 77:1 ഇങ്ങനെ പറയുന്നു, ഞാൻ എൻ്റെ ശബ്ദം ഉയർത്തി ദൈവത്തോട്, എൻ്റെ ശബ്ദം ഉയർത്തി ദൈവത്തോട് തന്നെ നിലവിളിക്കും. നമുക്ക് നിലവിളിക്കുവാനുള്ളത് നമ്മുടെ ജീവനുള്ള ദൈവത്തോടാണ്. നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി കഷ്ടതകൾ മുഴുവൻ സഹിച്ചു, പീഡനങ്ങൾ ഏറ്റ് നമുക്ക് വേണ്ടി കഷ്ടം സഹിച്ച് കടന്നുപോയ നല്ല നാഥനായ യേശു കർത്താവിനോട് നാം പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്? നാം കണ്ണുകളെ ഉയർത്തിക്കൊണ്ട് നാം എന്ത് ചെയ്യണം? ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കണം. ശബ്ദം ഉയർത്തി. പലപ്പോഴും നാം മൗനമായിട്ടിരുന്ന് പ്രാർത്ഥിക്കാറുണ്ട്, അത് നല്ലത് തന്നെയാണ്. മൗനമായിട്ടുള്ള പ്രാർത്ഥന ചിലപ്പോൾ നാം പ്രാർത്ഥിക്കുമ്പോൾ അറിയാതെ നാം ഉറങ്ങിപ്പോകും. എന്നാൽ അതിരാവിലെ, ഞാനൊക്കെ അതിരാവിലെ എഴുന്നേറ്റ് ദൈവത്തെ സ്തുതിക്കുവാനായിട്ട് ഇന്നയോളം, ഞാൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ഇന്നയോളം എൻ്റെ കർത്താവിന്റെ വചനവുമായിട്ട് ഞാൻ ഓരോ ദിവസവും രാവിലെ ഞാൻ ചെലവഴിക്കുമ്പോൾ ഞാൻ ദൈവത്തോട് പറയും, കർത്താവെ ഈ നിലയിൽ എനിക്ക് അന്ത്യം വരെയും നിന്റെ മുമ്പാകെ വിശ്വസ്തയോടെ നിന്നെ മഹത്വപ്പെടുത്തി ജീവിക്കാം. ശബ്ദം ഉണ്ടാക്കില്ലേ? അതിരാവിലെ എഴുന്നേറ്റ് ഞാൻ എൻ്റെ ഭവനത്തില് ആദ്യമായി ശബ്ദം കേൾപ്പിക്കുന്നത് എന്താണെന്നറിയോ? ദൈവത്തെ സ്തുതിക്കുക. ഫ്രണ്ട് റൂമിൽ വന്ന മുഖമൊക്കെ കഴുകി ഫ്രണ്ട് റൂമിൽ വന്നിരുന്ന ഉച്ചത്തിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കും. നമ്മുടെ കുഞ്ഞുങ്ങൾ അത് കേട്ട് പഠിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അത് എൻ്റെ അമ്മ ഇങ്ങനെ ആയിരുന്നു എന്ന് മനസ്സിലാക്കുവാനായിട്ട് ഇടയായി തീരണം. നാം അത് ചെയ്യാറുണ്ടോ? നാം ഒരുപക്ഷെ ശാന്തമായിട്ട് നിന്ന് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്, അത് നല്ലത് തന്നെയാണ്. എന്നാൽ ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്ന, ഞാൻ എൻ്റെ ശബ്ദം ഉയർത്തി ദൈവത്തോട്, എൻ്റെ ശബ്ദം ഉയർത്തി ദൈവത്തോട് തന്നെ നിലവിളിക്കും. പ്രിയ ദൈവജനമേ, നമ്മൾ ശബ്ദമുയർത്തി ദൈവസന്നിധിയിൽ നിലവിളിക്കുവാൻ, പ്രാർത്ഥിക്കുവാനായിട്ട് ഇടയാകട്ടെ. എൻ്റെ സമയം വളരെ ചുരുങ്ങി. ഞാൻ 1-2 കാര്യങ്ങളും കൂടെ പറഞ്ഞ് ഞാൻ വേഗം നിർത്തുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നമ്മുടെ പ്രാർത്ഥന എങ്ങനെയുള്ളതൊക്കെ ആയിരിക്കണം? നമ്മൾ മാസ്സായിട്ട് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. ഇപ്പോൾ ഗ്രൂപ്പായിട്ട് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അതുപോലെ നമ്മുടെ സഭകളിൽ നമ്മൾ ഗ്രൂപ്പായിട്ട് പ്രാർത്ഥിക്കാറുണ്ട്. അതോടൊപ്പം തന്നെ ഇൻഡിവിജ്വൽ ആയിട്ട് നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനകള് ദൈവം ആഗ്രഹിക്കുന്നു. കാരണം ദാനിയേലിനെ കുറിച്ച് നമുക്കറിയാം. ദാനിയേലിന്റെ വാക്യങ്ങളൊക്കെ എടുക്കാൻ സമയമില്ലല്ലോ. ദാനിയേൽ 6-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ദാനിയേല് തന്റെ ആ അവസ്ഥ കണ്ടുകൊണ്ട് തനിക്ക് വളരെയധികം പ്രതികൂലങ്ങള് ശത്രു ഒരുക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കി അവൻ എന്ത് ചെയ്തു? 3 നേരവും ദിനം പ്രതി പ്രാർത്ഥിച്ചിരുന്നത് പോലെ മാളിക മുറിയുടെ കിളിവാതിൽ തുറന്നിട്ട് അവൻ രാവിലെയും വൈകുന്നേരവും ഉച്ചയ്ക്കും നിരന്തരമായിട്ട് പ്രാർത്ഥിച്ചിരുന്നു എന്ന് കാണാം. നമ്മുടെ ജീവിതത്തിലും ഏത് അവസ്ഥയിൽ, ഏത് കഷ്ടപ്പാടിന്റെയും ദുഃഖത്തിന്റെയും മുറവിളിയുടെയും അവസ്ഥകളാണെങ്കിലും, നന്മയുടെയും സന്തോഷത്തിന്റെ അനുഭവങ്ങളാണെങ്കിലും ദൈവസന്നിധിയിൽ മുട്ടുമടക്കുവാനായിട്ടും പ്രാർത്ഥിക്കുവാനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ. കഷ്ട ദിവസത്തിൽ ഞാൻ യഹോവയെ അന്വേഷിക്കും എന്ന് 77-ാം സങ്കീർത്തനം 2 നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മുടെ കഷ്ട ദിവസങ്ങളിലും ദൈവത്തെ അന്വേഷിക്കുന്നവരാണ് നാം. ഭൂരിഭാഗവും കഷ്ടം വരുമ്പോൾ നാം കൂടുതലായിട്ട് ദൈവത്തെ വിളിച്ചപേക്ഷിക്കാറുണ്ട്. എന്നാൽ കഷ്ടം വരുമ്പോൾ മാത്രമല്ല, അല്ലാതെയുള്ള നമുക്ക് സന്തോഷമുള്ള സമയത്തും നമ്മൾ സന്തോഷമുള്ള അധരങ്ങളാൽ ദൈവത്തെ സ്തുതിക്കുവാനായിട്ട് ഇടയായി തീരണം. മറ്റൊരു ഭാഗത്ത് നമുക്ക് കാണുവാൻ സാധിക്കും, രാത്രിയിൽ എൻ്റെ കൈകളെ ഞാൻ മലർത്തിയിരുന്നു. 77-ാം സങ്കീർത്തനത്തിൽ തന്നെയാണ്, രാത്രിയിൽ എൻ്റെ കൈകളെ ഞാൻ മലർത്തിയിരുന്നു. അതുപോലെ വാക്യം 4 നമുക്ക് കാണുവാൻ സാധിക്കും, കണ്ണുനീരോട് കൂടിയുള്ള പ്രാർത്ഥന എന്ന് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ കണ്ണുനീരോട് കൂടിയും അതുപോലെ തന്നെ രാത്രിയുടെ യാമങ്ങളിലും ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കും. പ്രിയ ദൈവമക്കളെ, സങ്കീർത്തനത്തിൽ ഒരുപാട് ഭാഗം അങ്ങനെ പറയുന്നുണ്ട്, ഞാനതെല്ലാം വിശദീകരിക്കുന്നില്ല. എൻ്റെ കണ്ണിന് ഞാൻ ഉറക്കം തടുത്തിരിക്കുന്നു എന്ന് സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്നു.
അപ്പൊ നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെയുള്ള സാഹചര്യം, ലോകം അതിൻ്റെതായ നാശത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ നാം ഓരോ ദൈവജനവും നമ്മളായിരിക്കുന്ന സ്ഥലത്ത് നമ്മളെ ദൈവസന്നിധിയിൽ ജാഗരിക്കുകയാണെങ്കിൽ ഇതിനെല്ലാം മാറ്റം വരും. നമ്മുടെ ഈ ദുരവസ്ഥയ്ക്കെല്ലാം മാറ്റം വരും. നമ്മുടെ ഇന്ത്യയുടെ ദേശത്തിന്റെ ഇപ്പോഴുള്ള സാഹചര്യങ്ങൾക്ക് മാറ്റം വരും. എല്ലാവരും ഐക്യത്തോടും സാഹോദര്യത്തോടും ജീവിച്ചു പോകുന്ന ഇന്ത്യയിലെ വർഗീയമായിട്ടുള്ള വിഭാഗീയതകൾ വെച്ച് ജനത്തെ തമ്മി തല്ലിച്ച് കൊല്ലിച്ച് നശിപ്പിക്കുവാൻ ശ്രമിക്കുന്ന ദുഷ്ടശക്തികളെ ദൈവം നമുക്ക് മാറ്റി തരുവാനായിട്ട് ഇടയായി തീരും. അതുകൊണ്ട് ഇന്ന് മാത്രമല്ല, ശത്രു അവന്റെ സർവശക്തി ഉപയോഗിച്ച് കാലവും സമയവും അവൻ അടുത്തിരിക്കാൻ അവൻ സർവശക്തി ഉപയോഗിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ദൈവജനം ഒരുമിച്ച് വ്യക്തിപരമായിട്ടും സഭയായിട്ടും കണ്ണുനീരോടും കൂടിയും അർദ്ധരാത്രിയിലും ഒക്കെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ ഈ സ്ഥിതിക്ക് മാറ്റം വരുവാനായിട്ട് ഇടയായി തീരും. അതുപോലെ ഏലിയാവിന്റെ പ്രാർത്ഥന നമുക്ക് എല്ലാവർക്കും അറിയാം. ഒറ്റയ്ക്കിരുന്ന് ആ വലിയ ശത്രുവിനോട്, ഹാഹാബ് രാജാവിനോട് വെല്ലുവിളിച്ചുകൊണ്ട് ദൈവജനത്തിന് വേണ്ടി നിൽക്കുവാനായിട്ട് ഇടയായി. ദാനിയേൽ 6:10 നമുക്ക് വായിക്കുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ അപ്പോസ്തല പ്രവൃത്തികൾ 17:16 നമുക്ക് കാണുവാൻ സാധിക്കും. കൊർന്നേലിയസിന്റെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം, വ്യക്തിപരമായി തനിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് പോലും പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം തരുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് നാം പലപ്പോഴും സംശയിക്കാറുണ്ട്, ഞാൻ ഇതൊക്കെ പ്രാർത്ഥിച്ചല്ലോ, ദൈവം കേൾക്കുന്നുണ്ടോ എന്നൊക്കെ നാം ചിന്തിക്കും. പ്രിയ ദൈവമക്കളെ, ഏത് സമയത്തും നമ്മുടെ പ്രാർത്ഥന കേൾക്കുവാനായിട്ട് നമ്മുടെ കർത്താവ് കാതോർത്തിരിക്കുന്നവനാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തില് ഓരോ കാര്യങ്ങളിലും പ്രാർത്ഥനയ്ക്ക് വളരെ ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുത്തുകൊണ്ട് നമ്മുടെ വീടുകളിലാണേലും നമ്മുടെ ഭവനങ്ങൾ, നമ്മുടെ സഭകളിലാണേലും, നമ്മുടെ വ്യക്തിപരമായ ഏത് സാഹചര്യത്തിലും, നമ്മുടെ തൊഴിൽ സ്ഥലങ്ങളിലാണെങ്കിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലാണെങ്കിലും എവിടെയാണെങ്കിലും പ്രാർത്ഥനയോടുകൂടി നാം നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ദൈവം സഹായിക്കട്ടെ. 1-2 വാക്കുകൂടെ പറഞ്ഞ് ഞാൻ നിർത്തുന്നു. അതുകൊണ്ട് നമുക്ക് നമ്മുടെ യെശയ്യാ പ്രവചനത്തിന്റെ പുസ്തകത്തില് 60-ാം അധ്യായം 2-ാം വാക്യത്തിൽ പറയുകയാണ്, 60 എടുക്കാവോ എല്ലാവരും? അവിടെ പറയുന്നു, അന്ധകാരം ഭൂമിയെയും കൂരിരുട്ട് ജാതികളെയും മൂടുന്നു. പ്രിയ ദൈവമക്കളെ, പാപം പെരുകയാണ് നമ്മുടെ ദേശത്ത്. അന്ധകാരം കൂടി വരികയാണ്. കൂരിരുട്ട് പെരുകുന്ന ഒരു സാഹചര്യമാണ്. വഷളത്വം, തിന്മ എല്ലാം ശരി എന്ന് പറയുകയാണ്. തിന്മ ചെയ്തിട്ട് തിന്മയ്ക്ക് ശരി എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നാം എത്തിയിരിക്കുകയാണ്. ഈ അന്ധകാര ശക്തികളെല്ലാം തോൽപ്പിക്കപ്പെട്ടു പോകണമെങ്കിൽ ഓരോ പ്രദേശത്തും ഇരുന്ന് നാം നമ്മുടേതായ ദൈവത്തെ ഉച്ചത്തിൽ വിളിച്ചപേക്ഷിച്ച് ഇതിനെല്ലാം ഒരു മാറ്റം വരുവാനായിട്ട് ഇടയായി തീരണം. അതുകൊണ്ട് നമ്മളെ ദൈവം വലിയൊരു ഉത്തരവാദിത്തമാണ് ഏൽപ്പിക്കുന്നത്. നമ്മളൊക്കെ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, നമ്മൾ ക്രിസ്തുവിൽ ഭദ്രമായ ഒരു ജീവിതം നമുക്കുണ്ട്. എന്നിരുന്നാലും ദേശത്തിന്റെ കാവൽക്കാരായിട്ട് യെഹെസ്കേൽ പ്രവചനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും, നമ്മൾ ദേശത്തിന്റെ കാവൽക്കാരാണെന്ന്. അതുകൊണ്ട് നമുക്ക് വലിയൊരു ഉത്തരവാദിത്തമുണ്ട്. പ്രിയ ദൈവജനമേ, നമുക്ക് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുവാൻ സമയം കിട്ടുമ്പോൾ പ്രാർത്ഥിക്കാം. അതുപോലെ വ്യക്തിപരമായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിലെ പ്രാർത്ഥന എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. ഒരു വിളക്ക് കത്തണമെങ്കിൽ അതിൽ എണ്ണയും തിരിയും പാത്രവും വേണം. നമ്മുടെ ജീവിതത്തിൽ ഇത് മൂന്നും ഉണ്ടായിരിക്കണം. പരിശുദ്ധാത്മാവിന്റെ നിറവില് കൃപയുള്ള അനുഗ്രഹീതമായ പ്രാർത്ഥനാ ജീവിതം നമുക്കുണ്ടെങ്കിൽ നമ്മുടെ സ്ഥിതിക്കെല്ലാം മാറ്റം വരും. നമ്മുടെ ജനത്തിന് മാറ്റം വരും, നമ്മുടെ നാടിന് മാറ്റം വരും, നമ്മുടെ ദേശത്തിന് മാറ്റം വരും. അതിനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ. ആത്മീകമായിട്ട് നാം ഒരു ഉണർവ് ഈ കാര്യത്തിൽ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുവാൻ സ്വർഗീയ പിതാവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. കണ്ണുനീരോടും കൂടി വിശ്വാസത്തോടും കൂടി, ഇനിയും ഒത്തിരി ഉണ്ട്, എന്നാൽ സമയം കഴിഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. നമ്മുടെ പ്രാർത്ഥന വളരെ കണ്ണുനീരോടുകൂടിയും വിശ്വാസത്തോടുകൂടി, കർത്താവ് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്നു എന്നുള്ള വിശ്വാസത്തോടുകൂടി ദാനിയേൽ പ്രാർത്ഥിച്ചു. ആ ദാനിയേലിന്റെ പ്രവചന പ്രകാരം ദാനിയേലിന്റെ ദൈവം ദർശനങ്ങളാൽ പിന്നീട് നമുക്ക് കാണുവാൻ സാധിക്കും, ആ അന്ത്യകാലത്ത് നടക്കുന്ന ദർശനങ്ങൾ വരെ കാണിച്ചു കൊടുക്കുവാനായിട്ട് ഇടയായി തീർന്നു. അതുകൊണ്ട് നമുക്കും ദൈവത്തിന് വേണ്ടി നാം ഗ്രേറ്റ് ആയിട്ട് നമ്മൾ നിന്നാൽ ദൈവം നമുക്കും നമ്മളെ എടുത്തും ദൈവം ഗ്രേറ്റ് ആയിട്ട് ഉപയോഗിക്കും. അതുകൊണ്ട് വരും ദിവസങ്ങളിൽ അതിനായിട്ട് നമ്മെ തന്നെ ഒരുക്കിക്കൊണ്ട് ഒരു അനുഗ്രഹീതമായ പ്രാർത്ഥനാ ജീവിതം നമ്മുടെ ജീവിതത്തിൽ, ഒരു ആത്മഭാരത്തോടു കൂടിയുള്ള ഒരു പ്രാർത്ഥനാ ജീവിതം, കണ്ണുനീരോടുകൂടിയുള്ള പ്രാർത്ഥനാ ജീവിതം, വിശ്വാസത്തോടു കൂടിയുള്ള പ്രാർത്ഥനാ ജീവിതം, ഉച്ചത്തിൽ നിലവിളിക്കുന്ന ഒരു ശബ്ദത്തോടുകൂടി ദൈവസന്നിധിയിൽ മുട്ടുമടക്കുന്ന സഹോദരങ്ങളായിട്ട് തീരുവാൻ നാം ഓരോരുത്തരെയും ദൈവം സഹായിക്കട്ടെ.